ശാരി ചേച്ചിയോട് ചേട്ടനൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. എനിക്കും അമ്മയ്ക്കും എന്തോ ചെയ്യാൻ കഴിയും? വേണുവേട്ട, എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഏതായാലും ഞാനൊരു പണക്കാരനായിട്ടില്ല, അതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല. ആ, ഇനി ശങ്കരപ്പിള്ളി അമ്മാവനും ശാരദയും നാട്ടിലേക്ക് തന്നെയാണ് പോയത്. എങ്ങനെ അറിയാനാ? ഞങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. നമുക്ക് അമ്മയെ വിളിച്ചുണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം. അത് പാടില്ല. വിജയന്റെ ആങ്ങളല്ലേ. ഏതായാലും ഇത്ര പെട്ടെന്ന് വേണ്ട. സ്ത്രീ ആയാൽ ഭൂമിയോളം ക്ഷമിക്കണം. ക്ഷമയ്ക്കും ഒരു അതിരില്ലേ? ചേട്ടന് പോലും ഞങ്ങളെ പുച്ഛമ, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? തലമുടി വെട്ടിക്കാത്ത ഒരു മനുഷ്യനുണ്ട് ഇവിടെ. ഏത് സമയം ഇംഗ്ലീഷ് പാട്ടും പാടി എന്റെ പുറകെ നടപ്പാ. വരട്ടെ, കുറച്ചുകൂടി ക്ഷമിക്കും. ഞാനൊരു ചെറിയ വീട് അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ ശരിയാകും. റോഡിൽ വെച്ചാണ് പ്രേമസല്ല. നീ അടിച്ചത് ഗീതയല്ല, എന്നെയാണ്. എന്റെ ചേട്ടത്താണ് നീ അടിച്ചത്. നിന്റെ ചേട്ടത്ത് അടിക്കാനും എനിക്ക് ഭയമില്ല. ഇനി ഈ പ്രദേശത്തെങ്ങാനും നിന്നെ കണ്ടുപോയാൽ ഞാൻ നിർത്തുക. അവളെ ഓർത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എന്നെ അനുസരിക്കില്ല അല്ലേ? നിന്റെ കഥയും ഞാൻ കഴിക്കും. ഈ നാട്ടുകാർ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പൊന്നു മക്കളെ, അവളെ ഇനിയും കണ്ടത് മറ്റാരോടും അല്ലല്ലോ അവള് സംസാരിച്ചത്, നമ്മുടെ വേണുവിനോടല്ലേ. അമ്മ ഒരു അക്ഷരം വേണ്ടി പോകരുത്. അമ്മയാണ് ഈ രീതിയിൽ അവളെ വളർത്തി വഷളാക്കിയത്. കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ധൈര്യമായിരിക്കൂ. മരണമില്ലാത്ത മനുഷ്യരുണ്ടോ? എനിക്കിനി ആരാണുള്ളത്? നാട്ടിലേക്ക് പോയാൽ അവിടെ ആരുമില്ല. ഈ വലിയ നഗരത്തിൽ എന്നെ പോലൊരുത്തി എങ്ങനെ ജീവിക്കും? മരിക്കാൻ അങ്ങനെ അനുവദിക്കുന്നുമില്ല. മരണം ഒരു നല്ല മറുപടിയല്ല. ഞാൻ ശാരദയ്ക്ക് തരാൻ ആശിക്കുന്നത് ജീവിതമാണ്. ശാരദയ്ക്ക് വിരോധമില്ലെങ്കിൽ ഈ വീട് തന്നെ ശാരദയ്ക്ക് അഭയം നൽകും. തകർന്നുപോയ എന്റെ ഹൃദയത്തിന് ശാരദയും ഒരു അഭയമാകും. സാർ, ഞാൻ അങ്ങനെ കരുതിയിട്ടില്ലെന്ന് അല്ലേ? എനിക്കതറിയാം. ഇന്നലെ വരെ ഞാനും ശാരദയെക്കുറിച്ച് അങ്ങനെ കരുതിയിരുന്നില്ല. ശാരദ ചെറുപ്പമാണ്, സുന്ദരിയാണ്. എന്നെപ്പോലെയുള്ളൊരു മധ്യവയസ്കനെ. അതുകൊണ്ടല്ല, എനിക്കിനൊരു പുരുഷനെ. ശാരദയുടെ എല്ലാ കഥകളും എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ശാരദയ്ക്ക് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ശാരദ ഭയപ്പെടുന്നു. വേണ്ട, എനിക്ക് സ്നേഹം വേണ്ട. ഒരു ഭക്തന് അമ്പലം പോലെയാണ് എനിക്ക് ശാരദ. ഞാൻ ശാരദയ്ക്ക് തരുന്നത് വെറും സംരക്ഷണം. ശാരദയെ ഒരു കൊച്ചനിയത്തിയെ പോലെ ഈ വീട്ടിൽ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ സമുദായം ആ ബന്ധം അംഗീകരിച്ചു തരുമോ? ഇനി മറ്റൊരു പുരുഷന് ശാരദയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോഴും നാട്ടുകാർ പറയും ശാരദ എന്റെ വെപ്പാട്ടിയും ആ മനുഷ്യൻ മാപ്പുസാക്ഷിയുമാണെന്ന്. ഞാൻ പണക്കാരനല്ലേ, പണക്കാരന് ഹൃദയമില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ ഈശ്വര. ശാരദ, വിട്ടുവീഴ്ചകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കുട്ടിക്കാലത്ത് നാം നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ജീവിത കമ്പോളത്തിൽ നാം പിന്നീട് പണയം വെക്കുകയല്ലേ പതിവ്. കൗമാരം ജീവിതത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. യൗവനം ഉത്തരങ്ങൾ അന്വേഷിക്കുന്നു. വാർദ്ധക്യം ഉത്തരങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോഴത്തേക്ക് ജീവിതവും കഴിയുന്നു. ഞാൻ ഉത്തരങ്ങൾ കണ്ടെത്തിയവനാണ്.
ശാരദയാണെങ്കിൽ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ചോദ്യവും ഉത്തരവും ചേർന്നാൽ പോകുന്നതേ. പറയൂ, ശാരദ എന്റേതായി തീരുമോ? എനിക്ക് വേണ്ടിയോ ശാരദയ്ക്ക് വേണ്ടിയോ അല്ല, നമ്മുടെ സാഹചര്യത്തിന് വേണ്ടി. കരയാതിരിക്കും. ഇന്നലെ കുറിച്ച് ചിന്തിക്കരുത്. ഇന്നലെ ഉറച്ചു നിന്ന് നാളെയിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നോട് ഒന്നിച്ച് വരുമോ? വരുമോ? നെക്സ്റ്റ് വീക്കിലാണ് വിമൻസ് കോൺഫറൻസ് ബാംഗ്ലൂരിൽ വെച്ച്. അവിടെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാന കാര്യം തീരുമാനിക്കാനുണ്ട്. എന്താണ്? ഗീതയുടെ ഭാവിയെ പറ്റി വിജയൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? അവളൊരു തെറ്റ് ചെയ്തത് ശരി തന്നെ, പക്ഷെ കുട്ടി നമ്മുടെയല്ലേ? മനസ്സിലായില്ല. ഗീതയെ പ്രതാപൻ വിവാഹം കഴിക്കട്ടെ. അവനും നന്നാകും, അവളും നന്നാകും. കാര്യമായിട്ടാണോ പറയുന്നത്? കാര്യമായിട്ടല്ലാതെ ഞാൻ ഒന്നും പറയാറില്ല. വിജയൻ അമ്മയോടും ഗീതയോടും സംസാരിക്കണം. എന്തിന്? ആ പദവി ഞാൻ നിർത്തി. ഞാൻ പറയുന്ന അവൾ അനുസരിക്കണം. അവൾ എന്റെ അനിയത്തിയാണ്. ഒരു കണക്കിന് അതും ശരിയാണ്. ഏതായാലും നമുക്ക് വിവാഹം ഉടനെ നടത്തിക്കളെ. ഓഹോ, അമ്പലത്തിൽ വെച്ച് മതി. ആ അത് മതി. നിനക്ക് ധൈര്യമുണ്ടോ? എന്തിന്? എന്റെ കൂടെ വരാൻ? വേണുവേട്ടൻ വിളിക്കുന്നിടത്തേക്ക് ഞാനും അമ്മയും വരും. അത് പാടില്ല. അമ്മ നിങ്ങളുടെ അമ്മയാണ്. കൂട്ടുകാരനായിരുന്നിട്ട് അമ്മയും പെങ്ങളെയും ഞാൻ അവളിൽ നിന്ന് അകറ്റിയെന്ന് ലോകം പറയും. നീ എന്റെ കൂടെ വരണം. നമുക്ക് നാളെ തന്നെ വിവാഹം കഴിക്കാം. എന്റെ വേണുവേട്ട. അമ്മ പോലും ഇപ്പൊ അറിയണ്ട. രാത്രി ആരും അറിയാതെ ഇറങ്ങി വരണം. ഞാൻ കാറുമായി ഇവിടെ കാത്തു നിൽക്കും. കൃത്യം 1 മണിക്ക്. അമ്മ എന്തിനാ കരയുന്നത്? ഞാനല്ലേ കരയേണ്ടത്? ഇതെല്ലാം വേഷമല്ലേ? മകളെ വെളിയിൽ കൊണ്ടുപോയി അവന്റെ കാറിൽ കയറ്റി വിട്ടിട്ട് നമ്മളെയൊക്കെ വിദ്യകളാക്കുക. അവളെവിടെ പോയി ഈശ്വര? എന്റെ കുഞ്ഞു വല്ല കടുങ്കയും കാണിച്ചിരിക്കുമോ ദൈവമേ? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മലർന്നു കിടന്നുകൊണ്ട് മേലോട്ട് തുപ്പിയാൽ തുപ്പൽ നമ്മുടെ മുഖത്ത് തന്നെ വന്ന് വീഴും. എന്റെ പെങ്ങൾ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചു പോയെന്ന് ഞാൻ പരസ്യം കൊടുക്കാനോ? ഇത്രയൊക്കെ ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു? പുകഞ്ഞ ഒഴി പുറത്ത്, അത്രയേ ഉള്ളൂ. അതെ, എന്റെ കുഞ്ഞെന്തേ ദൈവമേ, അവക്കൊരാപത്തും വരുത്തരുത്. ഫോൺ വന്നിരിക്കുന്നു. എന്താ അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഇല്ല. 3 പ്രാവശ്യമായി റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യുന്നു. രാംകുമാറാണ് സംസാരിക്കുന്നത്. അയാൾ ലൈനിലുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. ആരോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എന്നോട് കോപിക്കുന്ന എന്തിനാ? ഞാനാണോ നിങ്ങൾക്ക് സ്വയം ഇല്ലാണ്ടാക്കിയത്? നിങ്ങളുടെ അനിയത്തി വല്ലവന്റെയും കൂടെ ഓടിപ്പോയതിന് എന്റെ നേരെ വരുന്ന എന്തിനാ? അവൾക്ക് ഗർഭം ഉണ്ടായിക്കാണും. ഒരു അക്ഷരം വേണ്ടിപ്പോകട്ടെ. വേണ്ട വേണ്ട, ദേഷ്യമൊന്നും എന്റെ മുട നേരെ വേണ്ട. ഒരു പരാക്രമശാലി. ഈ പരാക്രമൊന്നും പെങ്ങൾക്ക് ചെലവായില്ലല്ലോ. നീ വാ മോളെ.
എങ്ങനെ സഹിക്കും? പോയി അന്വേഷിക്കണം. അമ്മയും മകളും കൂടി എനിക്ക് നാട്ടിലും വീട്ടിലും സ്ഥാനമില്ലാതാക്കി. ഭാരതി, ഭാരതി, നീ എന്തിനാണ് ഇങ്ങനെ നരകിക്കുന്നത്? കൂലിവേല ചെയ്തെങ്കിലും നിനക്ക് കഴിഞ്ഞുകൂടല്ല. മകന്റെ മുമ്പിലാണെങ്കിലും മാനം കെട്ട് ഒരു നിമിഷം പോലും ജീവിക്കരുത്. നീ എന്റെ ഭാര്യയാണ്, രാഘവപ്പണിക്കരുടെ ഭാര്യ. ஹலோ ஹலோ, அடையார் போலீஸ் ஸ்டேஷன். நான் பிளேபேக் சிங்கர் விஜயன் ஸ்பீக்கிங். ஆமா, என் தாயாரை காணல. ப்ளீஸ் சர்ச் அவுட் இமீடியட்லி. ட்ரெஸ் ஒயிட் ட்ரெஸ் தான் போட்டிருக்காங்க. ஆமா, நான் இப்போ வர்றேங்க. வந்து கம்ப்ளைண்ட் எழுதி தர்றேன். சரிங்க, தேங்க்யூ தேங்க்யூ. സാർ, ജോലിക്കൊരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ജോലിയും അറിയാം, കുറച്ച് പ്രായമുള്ളവരാണ്. ഭക്ഷണം മാത്രം കൊടുത്താൽ മതിയെന്നാ തോന്നുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടത്തിലാണോ? അയ്യോ, നല്ല കുടുംബത്തിലേതോ ജനിച്ചതാ. കഷ്ടകാലം കൊണ്ട് ഈ ഗതി വന്നു. നീ അവരെ ഇങ്ങോട്ട് വിളിക്ക്. തള്ളേ, ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വന്നു. മലയാളിയാണോ? അതെ, പാർവതി അമ്മ എന്നാണ് പേര്. വെപ്പ് പണിയില്ല, അറിയോ? സ്വന്തക്കാര മക്കളൊന്നും ഇല്ലേ? ഉള്ളതും ഇല്ലാത്തതും ശരിയാ, അല്ലേ വല്യമ്മേ? ഈ കാലത്ത് ചിറക് മുളച്ചാൽ പിന്നെ മക്കൾ ആരെങ്കിലും തള്ളി തിരിഞ്ഞു നോക്കൂ. ഗോപാല, അവരെ അങ്ങ് അകത്തേക്ക് വിളിച്ചോണ്ട് പോ. ഓ, ഒരു വല്യമ്മ. എന്താ ഇത്? ഞാൻ അമ്മയുടെ കാര്യം ഓർക്കുന്നു. അമ്മ എങ്ങനെ കഴിയുന്നു? ഇത്രേ ഉള്ളോ? ഞാൻ ആലോചിക്കായിരുന്നു പൂവ് കൊള്ളാതെ മഴ പെയ്യാൻ കാരണം എന്താണ്? അമ്മയോട് ഞാൻ ചെയ്തത് തെറ്റല്ലേ? നന്ദികേടല്ലേ? സാരമില്ല, എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ. ഞാൻ പോയി അമ്മയെ കാണാം, അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരാ. പോരെ? നീ ആ കറിയിൽ കഷ്ണം കൊണ്ടെങ്കിലും